നമസ്കാരം. ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നറിയണം. ഇന്ന് ഒരുപാട് വർഷത്തിന് ശേഷം ദൈർഘ്യം കുറഞ്ഞ ഒരു ദിവസമാണ് ഇന്നുള്ളത്. ഇതിന് കാരണങ്ങൾ പലതാണ്. എങ്കിലും ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഇന്ന് കൂടാതെ ഈ മാസം 22-നും അടുത്ത മാസം അതായത് ഓഗസ്റ്റ് 5-നും ഇതേ പ്രതിഭാസം ഉണ്ടാകുമെന്നാണ്. അതായത് ദിവസത്തിന് ദൈർഘ്യം കുറവായിരിക്കും. ഭൂമി അതിൻ്റെ ഭ്രമണപഥത്തിൽ കുറച്ച് കൂടുതൽ വേഗത്തിൽ ചുറ്റുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് ഗവേഷകർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ ദിവസത്തേക്കാൾ 1.3 മുതൽ 1.51 മില്ലി സെക്കൻഡ് വരെ ഈ ഭൂമിയിലെ സമയത്തിന് ദൈർഘ്യം കുറവായിരിക്കുമെന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. 2020-ലും 2022-ലും ഗവേഷകർ അവരുടെ അറ്റോമിക് ക്ലോക്കുകളും മറ്റും ഉപയോഗിച്ച് ഈ ഒരു പ്രതിഭാസം കണ്ടെത്തിയിരുന്നു. ഈ അറ്റോമിക് ക്ലോക്കുകൾ വളരെ കൃത്യതയോടുകൂടി ഭൂമിയുടെ ഓരോ ചെറിയ സ്പന്ദനം പോലും ഒപ്പിയെടുക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇവയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ് എന്നുള്ളവർക്ക് കൃത്യമായി അറിയാൻ കഴിയും. നമുക്കിത് നിസ്സാരമായി തോന്നുന്നു എങ്കിൽ പോലും, കാരണം ഇത്രയും ചെറിയ ഒരു സമയക്കുറവാണ് ഇന്നത്തെ ദിവസത്തിന് ഉണ്ടാകുന്നത് എങ്കിൽ പോലും നമുക്കിത് നിസ്സാരമായി കാണാൻ കഴിയുകയില്ല എന്നാണ് ഗവേഷകർ പറയുന്നത്. കാരണം ഇത് ഒരുപാട് കാര്യങ്ങളെ ഇത് ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. നമ്മുടെ സാങ്കേതിക മേഖലയിൽ ഇത് ഒരുപക്ഷെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. ഇത് ഈ ഉപഗ്രഹ സംവിധാനങ്ങളെ ഒരുപക്ഷെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം അതെല്ലാം സമയം കണക്കാക്കിയാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. അതുപോലെ GPS സംവിധാനം, നമ്മളെല്ലാം GPS സംവിധാനം ഉപയോഗിച്ച് യാത്ര ചെയ്യുകയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ GPS സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ഇത്രയും ചെറിയൊരു സമയമാറ്റം പോലും ഒരുപക്ഷെ ആ GPS-ൻ്റെ പ്രവർത്തനത്തെയും ദോഷകരമായി ബാധിക്കും എന്നാണ് ഗവേഷകർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളത് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഇപ്പോഴും ഗവേഷകർ കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാലാവസ്ഥാ വ്യതിയാനം ഒരു പ്രധാന ഘടകമായി മാറാനുള്ള സാധ്യത അവർ പറയുന്നുണ്ട്. അതുപോലെ ഹിമാനികളും മറ്റും ഉരുകുന്നത്, അതായത് അന്റാർട്ടിക്കയിലും മറ്റും വലിയ തോതിലുള്ള മഞ്ഞുമലകൾ ഇടിഞ്ഞ് വീഴുകയും അവ ഉരുകുന്നത് ഒക്കെ തന്നെ അതിൻ്റെ പ്രവാഹങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ ഇതിലേക്ക് നയിച്ചേക്കാം. അതുപോലെ ഇനിയും നിരവധി കാരണങ്ങൾ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത നിരവധി കാരണങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറേ വർഷം കഴിയുമ്പോൾ ഇന്ന് 24 മണിക്കൂറാണ് ഒരു ദിവസം എന്നുള്ളത് ഭാവിയിൽ ചിലപ്പോൾ ഇത് 25 മണിക്കൂറിലേക്ക് മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നവർ പറയുന്നുണ്ട്. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള അകലം വർദ്ധിക്കുന്നതൊക്കെ തന്നെ ഇതിൻ്റെ കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ ദശലക്ഷക്കണക്കിന് വർഷം ഇനിയും എടുക്കും എന്നുള്ളതാണ് ഗവേഷകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ ദിവസത്തിന് ദൈർഘ്യം കുറവാണെന്നുള്ളത് മില്ലി സെക്കൻഡുകൾ മാത്രമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് അനുഭവിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് മറ്റൊരു രസകരമായ കാര്യം. ഭൂമി സാധാരണയായി ഒരു പൂർണ്ണ ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ അല്ലെങ്കിൽ കൃത്യമായി 86,400 സെക്കൻഡാണ് എടുക്കുന്നത്. ഇതിനെ ഒരു സൗരദിനം എന്നാണ് വിളിക്കുന്നത്. ഇതുവരെ രേഖപ്പെടുത്തിയുള്ളതിൽ ഏറ്റവും വേഗമേറിയ ദിവസം കഴിഞ്ഞ ജൂലൈ 5-നായിരുന്നു. ഭൂമി സാധാരണ 24 മണിക്കൂറിനേക്കാൾ 1.66 മില്ലി സെക്കൻഡ് വേഗത്തിലാണ് കറങ്ങിയത്. ഏതായാലും ഇന്നത്തെ ദിവസത്തിനും ദൈർഘ്യം കുറവാണ് എന്ന് ഇതോടെ ഉറപ്പായിരിക്കുകയാണ്. എന്തായാലും നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ ദിവസം നമ്മളെല്ലാവരും ജീവിച്ചിരുന്നു എന്നുള്ളത് തന്നെ വലിയ പ്രത്യേകതയുള്ള ഒന്നാണ്. കാരണം ഭൂമിയുടെ ഭ്രമണത്തിന് വേഗത കൂടുമ്പോൾ ദിവസത്തിന് ദൈർഘ്യം കുറയുക എന്നുള്ള അപൂർവ പ്രതിഭാസമുണ്ടായ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ജീവിച്ചിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് ഭാവി തലമുറയ്ക്ക് കൈമാറാൻ പറ്റിയ ഏറ്റവും മികച്ച ഭൗമ സന്ദേശങ്ങളിലൊന്നായി മാറാൻ കഴിയും. പക്ഷേ അപ്പോഴും നമ്മളൊരു കാര്യം ഓർക്കേണ്ടതുണ്ട്, നമ്മൾ ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ടതുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവും അല്ലെങ്കിൽ ഹിമാനികൾ ഉരുകുന്നതുമൊക്കെ തന്നെ അത് മനുഷ്യൻ്റെ പ്രവൃത്തിയുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള നമ്മുടെ യത്നങ്ങളിലും മുന്നോട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. ഭൂമിയുടെ സമയം കുറവോ കൂടുതലോ എന്നുള്ളതല്ല, ഈ ഭൂമിയെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും 2 ദിവസം കൂടി ഭൂമി വേഗത്തിൽ കറങ്ങുകയും ദിവസത്തിന് ദൈർഘ്യം കുറയുകയും ചെയ്യുന്ന പ്രതിഭാസം വരുന്നുണ്ട്. നമുക്ക് ഇനിയും അതിനായി കാത്തിരിക്കാം.